നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇവരിൽ ആരെങ്കിലും മിടുക്കിയായിരുന്നെങ്കിൽ ഞാനിത് ഇവർക്ക് ആർക്കെങ്കിലും കൈമാറുമായിരുന്നു. മുത്തശ്ശി, ഞാൻ പാചകം ചെയ്തത് എല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ. അന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോ എനിക്കല്ലേ അതിന് യോഗ്യത. ഇതെന്താ മുത്തശ്ശി? ഇത് നിങ്ങൾ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതെന്താ? ഇതിന് വല്ല പ്രത്യേകതയുണ്ടോ? ഹായ്, അയ്യോ ഇത് എന്തൊരു ഭംഗിയാ. ഞാനൊന്ന് നോക്കിക്കോട്ടെ മുത്തശ്ശി. തൊട്ടു പോകരുത് ഇതില്. ഇതെന്താ മുത്തശ്ശി, രാവിലെ തന്നെ ഒരു ആഭരണ പ്രദർശനമൊക്കെ? പ്രദർശനമൊന്നും അല്ലടാ, ഇത് കണിമംഗലത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും പഴക്കം ചെന്ന ആഭരണങ്ങളാ. രാജഭരണ കാലത്ത് കണിമംഗലത്ത് വന്നു ചേർന്നതാ. ഓ, അങ്ങനെ ഒരു ഐറ്റം ഇവിടെ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു ഞാൻ കേട്ടു. ഇതാണോ അത്? ആണോ? എന്നോട് മാത്രമേ എടുക്കാവൂന്നും പറഞ്ഞ് എന്റെ ഭർത്താവിന്റെ അമ്മ എന്നെ ഏൽപ്പിച്ചതാ. പിന്നെ ഞാനും അതങ്ങനെ ശ്രദ്ധിക്കാറില്ല. പൗരാണികമായ ഒരു കാര്യമല്ലേ, അതങ്ങനെ തന്നെ ഇരുന്നോട്ടേന്ന് ഞാനും കരുതി. ആഭരണങ്ങൾ അണിഞ്ഞാലല്ലേ മുത്തശ്ശി ഭംഗി കൂടുക. മുത്തശ്ശി, ഇതേ എനിക്ക് തന്നേക്ക്. അതൊന്നും പറ്റില്ല. അതെങ്ങനെയാ ഇത് ഏട്ടത്തിക്ക് തരുന്നേ? എനിക്കും നല്ല കൊതി തോന്നി ഇത് കണ്ടപ്പോ. ഇതെന്താ അമ്മേ, തമ്പുരാട്ടിയുടെ മാലയുമായിട്ട്? തമ്പുരാട്ടിയുടെ മാലയോ? അപ്പോ ഇതിന്റെ ഐതിഹ്യമൊന്നും മുത്തശ്ശി നിന്നോട് പറഞ്ഞില്ലേ? പണ്ട് ചെമ്പറത്ത് കൊട്ടാരത്തിലെ രാജാവിനും രാജ്ഞിക്കും ശത്രുക്കളുടെ ഭീഷണി ഉണ്ടായിരുന്ന സമയത്ത് 21 ദിവസം കണിമംഗലം കുടുംബമാണ് അഭയം കൊടുത്തത്. അതുകൊണ്ട് തന്നെ അക്കാലത്ത് രാജകൊട്ടാരവും കണിമംഗലവുമായിട്ട് നല്ല ബന്ധത്തിലായിരുന്നു. അന്ന് കണിമംഗലത്ത് താമസിക്കാൻ വന്ന രാജ്ഞിയുടെ പേരാണ് പാർവതി. ആ തമ്പുരാട്ടിയുടെ കഴുത്തിൽ കിടന്നതായി ഈ മാല. ഇതിന്റെ വിലയറിയാൻ നോക്കിയാൽ രത്നവ്യാപാരികൾ പോലും കുഴങ്ങിപ്പോവെന്നാ പറയുന്നത്. അച്ഛാ, മഹാരാജാവ് വെറുതെ വഴി നടന്നു പോയിന്ന് പറഞ്ഞാലേ അത് വെച്ച് പബ്ലിസിറ്റി ഉണ്ടാക്കുന്ന ആൾക്കാരാ ചുറ്റുമുള്ളവര്. എന്നിട്ടാണോ 21 ദിവസം അഭയം കൊടുക്കുകയും ഇത്രയും വലിയ സമ്മാനം കൈപ്പറ്റുകയും ചെയ്തിട്ട് നമ്മളൊക്കെ ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നത്? എടാ വരുൺ, നമുക്കിത് വല്ല ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ പോസ്റ്റ് ചെയ്താലോ? അത് നല്ല ഐഡിയ. അയ്യോ, അത് വേണ്ട. ഇതിനെക്കുറിച്ച് ആളുകൾ അറിഞ്ഞിട്ട് വേണം കണിമംഗലം കൊള്ളയടിക്കാൻ വേണ്ടി ഇനി പുതിയ ആളുകൾ ഇറങ്ങാൻ. വേണ്ട, അല്ലാതെ തന്നെ ഒരു സ്വൈര്യവും ഇല്ല. പിന്നെ പാർവതി തമ്പുരാട്ടി അന്ന് ഈ മാല കൊടുത്തതേ കൗസല്യ എന്ന കണിമംഗലത്തെ കാരണവ സ്ത്രീക്ക്. അതിനെന്താ കാരണമെന്ന് അറിയോ? ഒന്ന്, തമ്പുരാട്ടിയുടെ താമസക്കാലത്ത് കണിമംഗലത്ത് കണ്ട ആ വൃത്തി. 2, കൈപുണ്യം. രണ്ടിനും കൂടി അവര് നൽകിയ പ്രതിഫലമാ ഈ ആഭരണം. ഉള്ള കാര്യം പറയാലോ, എന്റെ കാലം കഴിഞ്ഞ് ഇതാർക്ക് കൈമാറണോ എന്ന ശങ്കയിലായിരുന്നു ഞാൻ. പിന്നെ ആലോചിച്ചു, കുടുംബത്ത് മരുമക്കള് വരാനുണ്ടല്ലോ, അവരിൽ ആർക്കെങ്കിലും ഇത് കൈമാറാമെന്ന് വച്ചു. പാചകത്തിലായാലും പരിസരം വൃത്തിയാക്കുന്നതിലായാലും ഇവർക്ക് രണ്ടുപേർക്കും പ്രത്യേകിച്ച് താല്പര്യമൊന്നുമില്ലല്ലോ. ഇവരിൽ ആരെങ്കിലും മിടുക്കിയായിരുന്നെങ്കിൽ ഞാനിത് ഇവർക്ക് ആർക്കെങ്കിലും കൈമാറുമായിരുന്നു. മുത്തശ്ശി, ഞാൻ പാചകം ചെയ്തത് എല്ലാരും കഴിച്ചിട്ടുണ്ടല്ലോ. അന്ന് എല്ലാവരും നല്ല അഭിപ്രായം പറയുകയും ചെയ്തു. അപ്പോ
എനിക്കല്ലേ അതിന് യോഗ്യത. നിനക്കെന്താ യോഗ്യത? വീട് വൃത്തിയാക്കാൻ എനിക്കും പറ്റില്ലേ? അല്ല, പറഞ്ഞു ഇതൊരു മത്സരമായോ? അല്ല പരമേശ്വര, ഞാനൊരു കാര്യം പറയട്ടെ. തമ്പുരാട്ടിയുടെ മാലയാണല്ലോ. രാജാക്കന്മാർക്കിടയില് ഏറ്റവും പരിചിതമായത് മത്സരമാണല്ലോ. നമുക്ക് ഇവർക്കിടയിൽ ഒരു മത്സരം തന്നെ നടത്തിയാലോ? വേണ്ടമ്മേ, എന്തിനാ ഇവരെ തമ്മിലടിപ്പിക്കുന്നത്? ആര് പറഞ്ഞു ഞങ്ങൾ തമ്മിലടിക്കുമെന്ന്? ഒരു മത്സരമാകുമ്പോ ഒരാള് ജയിക്കും, ഒരാള് തോൽക്കും. ഞാൻ മത്സരത്തിന് തയ്യാറാ. ആ, അങ്ങനെയാണെങ്കിൽ മത്സരത്തിന് ഞാനും തയ്യാറാ. അല്ല, മുത്തശ്ശി ഇതൊക്കെ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അങ്ങനെ ഇവര് ജയിച്ചാ ഇത് അവർക്ക് സമ്മാനമായിട്ട് കൊടുക്കോ? ആ പിന്നെ വെറുതെ ഒരു മത്സരം നടത്താൻ പറ്റുമോ സൂര്യ? രണ്ടുപേരും അവരുടെ കഴിവ് തെളിയിക്കട്ടെ. 3 ദിവസമാണ് മത്സരം. ഒരു ദിവസം പ്രിയങ്ക അടുക്കള ജോലികൾ ചെയ്യട്ടെ, കൽപ്പന വീടും പരിസരവും വൃത്തിയാക്കട്ടെ. പിറ്റേ ദിവസങ്ങളിൽ തിരിച്ചു. ഓരോ ദിവസവും ജോലികൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് മാർക്ക് ഇടും. കൂടുതൽ മാർക്ക് കിട്ടുന്ന ആൾ ആരാണോ അവർക്ക് കിട്ടും ഈ മാല. ഞാൻ എല്ലാ മത്സരത്തിലും വിജയിക്കും. പിന്നെ ഇത് ഞാൻ സ്വന്തമാക്കുകയും ചെയ്യും. കാണാം. ഇന്ന് മുതല് മത്സരം തുടങ്ങുകയല്ലേ? ആ, പിന്നൊരു കാര്യം, ഇത് അമ്മയുടെ താല്പര്യത്തില് കുടുംബത്തിനകത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ ഒരു മാന്യത എല്ലാവരും കാണിക്കണം. അപ്പോ ഇന്നു മുതൽ പാർവതി തമ്പുരാട്ടിയുടെ മാലയ്ക്ക് വേണ്ടിയുള്ള മത്സരം. ചെറിയമ്മേ, ചെറിയമ്മ മാല കണ്ടിട്ടുണ്ടോ? പണ്ടെപ്പോഴോ ഇതുപോലൊരു പ്രദർശനം ഉണ്ടായിരുന്നു. പക്ഷേ അന്ന് മത്സരമൊന്നും ഉണ്ടായിരുന്നില്ല. വിലമതിക്കാൻ പറ്റാത്ത ആഭരണങ്ങളാ. അത് കയ്യിലുണ്ടാവുന്നത് തന്നെ ഒരു ഐശ്വര്യം. എനിക്ക് എങ്ങനെയെങ്കിലും അത് സ്വന്തമാക്കിയേ പറ്റൂ. ആർത്തിയുടെ കാര്യത്തില് പ്രിയങ്കയും ഒട്ടും പുറകിലല്ല. കടുത്ത മത്സരം തന്നെ ഉണ്ടാവും നിനക്ക്. അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ നേരെ ചെറിയമ്മയുടെ അടുത്തേക്ക് വന്നത്. പ്രിയങ്കയെ സഹായിക്കാൻ തൽക്കാലം ആരും ഇവിടെ ഉണ്ടാവില്ല. അമ്മയായാലും മുത്തശ്ശിയായാലും ഒഴിഞ്ഞു നിൽക്കേ ഉള്ളൂ. ചെറിയമ്മയുടെ സഹായം എനിക്ക് വേണം. സഹായമൊക്കെ ഞാൻ ചെയ്യാം. അതുകൊണ്ട് എനിക്കെന്താ ഗുണം? മാല കിട്ടുന്നത് നിനക്കല്ലേ? എനിക്കൊരു നേട്ടം ഉണ്ടാവുമ്പോ അത് ഞാൻ കൃത്യമായി പങ്കുവയ്ക്കും. ചെറിയമ്മയുടെ ഈ 2 കൈകളിലും ചെറിയമ്മ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വളകൾ ഞാൻ പണിതിട്ട് വരും. മതിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.